എബ്രായ ലേഖനത്തിൽ നിന്ന് അവൻ മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അഗസ്റ്റസ് എന്ന മഹാനായ ഒരു ദൈവദാസൻ ജീവിച്ചത്. അദ്ദേഹം തന്റെ ആയുസ് മുഴുവൻ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും പാടിയും പ്രാർത്ഥിച്ചും പോകും. ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണത്തെ ആസ്വദിക്കുന്നു, ഞാൻ മരണത്തെ വിധിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈവശം ഒരു തുണ്ട് പേപ്പർ, അതിൽ ആ ദിവസങ്ങൾ ആ മഹാൻ എഴുതിയ പാട്ടായിരുന്നു. റോക്ക് ഓഫ് ഏജസ് ക്രൈ ഫോർ മീ. ലോകപ്രസിദ്ധമായ ആ പാട്ട് ഈ ജേക്കബ് എന്ന മഹാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യും. ആ പാട്ട് നാം പാടാറുണ്ട്. പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, തുറന്ന നിൻ ചങ്കിലെ രക്തനീരൻ പാപത്തെ. അതിന്റെ അടുത്ത സ്റ്റാൻസയിൽ നത്തിങ് ഇൻ മൈ ഹാൻഡ് ഐ ബ്രിങ്. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ കയ്യിൽ ഒന്നുമില്ലാത്തവനായി വന്നിരിക്കുന്നു. PP ദാനിയേൽ കുടുംബം 1-ാം നൂറ്റാണ്ടിലെ അക്കുല്ല പ്രിസ്കുല്ല കുടുംബങ്ങൾക്ക് തുല്യമാണ്. ഷാരോൺ ഫെലോഷിപ്പ് എന്ന ഒരു വൻ പ്രസ്ഥാനം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അതിന്റെ സാന്നിധ്യമുണ്ടല്ലോ. ഈ മഹാപ്രസ്ഥാനം 50 വർഷങ്ങൾക്ക് മുൻപ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശങ്ങളിലേക്ക് വരികയുണ്ടായി. ദൈവദാസന്മാര് നേതൃത്വം കൊടുക്കുന്നെങ്കിലും വിശ്വാസ സമൂഹം ശക്തമല്ലെങ്കിൽ ഒന്നും വളരെയില്ല. ഞങ്ങളുടെ പ്രസംഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പ്രാബല്യത്തിൽ പ്രവർത്തനത്തിൽ വരണമെങ്കിൽ അതിൻ്റെ പിൻപിൽ അഹരോനും പോലും മോശയ്ക്ക് കൈത്താങ്ങൽ കൊടുത്തതുപോലെ കൈത്താങ്ങൽ കൊടുക്കുന്ന ഭവനങ്ങൾ വേണം. ബഹുമാനപ്പെട്ട ബാബു പാസ്റ്റർ ഷാരോൺ ഫെലോഷിപ്പിന്റെ അപ്പോസ്തലനാണ്. അദ്ദേഹം മൂലം ധാരാളം സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ ദൈവം അവസരം കൊടുത്തു. കർത്താവിന്റെ വലിയൊരു ദാസൻ, ബഹുമാനപ്പെട്ട കർത്തവദാസൻ പെരുമ്പാവൂർ പട്ടണത്തിൽ വന്ന് വേല ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് എന്നും ആശ്വാസമായത് പ്രിയദാനിച്ചായനും കെസിയമ്മാമയുമാണ്. ഈ യുവകന് 3 മക്കളായിരുന്നു. മൂത്ത മകൾക്ക് എമീമ എന്ന് പേരിട്ടു, രണ്ടാമത്തെ മകൾക്ക് കെസിയ എന്ന് പേരിട്ടു, മൂന്നാമത്തെ മകൾക്ക് കേരെ ഹബൂക്ക് എന്ന് പേരിട്ടു. അടുത്ത വചനം, യൂബിന്റെ മക്കളെ പോലെ സൗന്ദര്യമുള്ളവർ ലോകത്തെ എങ്ങും ഇല്ലായിരുന്നു. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന സൗന്ദര്യവതി അല്ലായിരുന്നു, ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ജ്ഞാനമല്ലായിരുന്നു കർത്തൃദാസയിൽ ഉണ്ടായിരുന്നത്. ഞാനൊരു അനുഭവം ഓർക്കുന്നു. 40 വർഷം മുൻപ് പെരുമ്പാവൂർ സഭയ്ക്ക് ഒരു ഔട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, പാടൻകുഴി. കർത്തൃദാസൻ ബാബുപ്പാസിനോടൊപ്പം ഞാൻ വന്നു. അവിടെ താമസിക്കാൻ യോഗ്യമായ വീട് കിട്ടിയില്ല. എങ്കിലും 6 അടിയുള്ള ഒരു വല്യപ്പൻ പുകല സൂക്ഷിക്കാൻ വെച്ച ഒരു ഗോഡൗൺ എനിക്ക് കിട്ടി. ഞാൻ അതിനകത്ത് താമസം ആരംഭിച്ചു. പെരുമ്പാവൂർ നിന്ന കർത്തൃദാസിയും റോഹിത് ചെറിയാന്റെ അമ്മ ചെല്ലമ്മാമയും കെസിയ മാമയും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാൻ വരും. അവർ വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് വെളിയിലാണ്, അകത്ത് സൗകര്യം ഇല്ലല്ലോ. അവിടെ വന്ന് പാത്രങ്ങളൊക്കെ പോക്കി നോക്കും. ഒരു ദിവസം കെസിയമ്മാമ ചോദിച്ചു, റോസമ്മേ, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നത് വേഗം പോകാൻ കഴിക്കുക, എന്നാൽ എങ്ങനെയാണ് കഴിക്കുന്നത്? അവർ ചോദിക്കാൻ കാരണം ഞങ്ങൾക്ക് പാത്രമില്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഈ കഞ്ഞി വെക്കുന്ന പാത്രത്തിന്റെ അടപ്പയിൽ ആദ്യം പാസ്റ്റർ കഴിക്കും, അതിനുശേഷം ഞാൻ കഴിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നത്. അടുത്ത ദിവസം ദേവദാസി വന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളുമായിട്ടാണ് വന്നത്. ആ പാത്രങ്ങൾ ഇന്ന് വരെ ഞാൻ നിധിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന് എൻ്റെ ഭവനത്തിൽ 300 പേര് വന്നാലും കൊടുക്കാനുള്ള ലോകത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ നിധിയായി ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് കർത്താവിന്റെ ദാസ കെസിയ മാമ ഞങ്ങൾക്ക് പാണൻകുഴി കൊണ്ടുവന്ന പാത്രമാണ്. അന്ന് ഞങ്ങൾക്ക് പാത്രമില്ലായിരുന്നു, ഒരു അലുമിനിയം പാത്രത്തിന്റെ അടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുവിശേഷ നിമിത്തം ഞാൻ ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്നു. പ്രിയപ്പെട്ട ദാരിച്ചായൻ ഇടയ്ക്കിടയ്ക്ക് ബാബുപ്പാസിനോടും ഇവര് തങ്ങളിൽ ജേഷ്ഠാനിയന്മാർ ഇവരെ കൂടിക്കുകയൊക്കെ ചെയ്യും. പള്ളിപ്പാടെ കുടുംബങ്ങളുടെയൊക്കെ കോപത്തിന് 5 മിനിറ്റ് ദൈർഘ്യമേ ഉള്ളൂ. 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ ഓടി വരും. അവർ സഹോദരങ്ങളെ പോലെ വേല ചെയ്യും. ഷാരോൺ ഫെലോഷിപ്പ് അഭിമാനാർഹമായ നേട്ടം വടക്കൻ പ്രദേശത്ത് നേടിയിട്ടുണ്ട്. 100 കണക്കിന് സഭകളെ ദൈവം നൽകിയിട്ടുണ്ട്. 1000കണക്കിന് മഹാന്മാരെ വിശ്വാസികളെ നൽകിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രസംഗവും ഉപദേശവും ഒക്കെ ഞങ്ങളുടെ പക്കലേ ഉള്ളൂ. സഭകളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്
ആദരണീയരായ PP കുടുംബം പോലെ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള കുടുംബങ്ങളാണ്. ഈ മക്കൾ 3 പേര് കുട്ടികളായ കാലമാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ തീരെ കുഞ്ഞുങ്ങളാണ്. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. സൺഡേ സ്കൂൾ യുവജന പരീക്ഷകളിൽ മാർക്ക് 1ാമത്തെ സമ്മാനം അവർ കൊണ്ടുപോയിരിക്കും. എന്തുകൊണ്ടെന്നാൽ അത് അവരുടെ അമ്മയുടെ ഗുണമാണ്. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും വലിയവനായിരുന്നു. അവന്റെ അമ്മ എഴുതപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം എഴുതിയിട്ട് പറയുന്നു, അവന്റെ അമ്മയ്ക്ക് ഇന്ന പേർ എന്ന് പറയപ്പെടുന്നു. എനിക്കും അമ്മയായ അവന്റെ അമ്മയ്ക്ക് വന്ദനം ചൊല്ലുകയും എന്ന് പൗലോസ് പറയപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരൻ ദാസിയുടെ വേർപാട് വളരെ ദുഃഖകരമാണ്. മിലാനിലെ അംബ്രോസിനെ കുറിച്ച് ചരിത്രകാരന്മാർ ധാരാളം കാര്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഹല്ലേലൂയ പറഞ്ഞ കാര്യമാണ് നമ്മുടെ സാധാരണ പറയുന്നത്. എന്നാൽ വേറൊരു വിഷയം പറയുന്നുണ്ട്. അദ്ദേഹം ഈ പ്രാർത്ഥിക്കുമ്പോൾ ചാടുന്ന ഒരു മനുഷ്യനായിരുന്നു അംബ്രോസ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയും എനിക്ക് ഒന്നുകൂടെ കർത്താവിനെ പ്രസാദിപ്പിക്കാമല്ലോ, ഒന്നുകൂടെ കർത്താവിനെ പ്രസാദിപ്പിക്കാമല്ലോ. പെന്തക്കോസ്ത് മിഷനിലെ അതിഭക്തനായ പാത്രത്തിൽ അമ്പറാച്ചൻ എന്നൊരു ദൈവദാസൻ അംബ്രോസ് പറഞ്ഞ അതേ പദം ഏറ്റുചൊല്ലി. ദാനിച്ചായന്റെ ഈ ക്രിസ്ത്യമാമയുടെ ജീവിതം ഏറ്റവും ധന്യമായിരുന്നു. വളരെ വിശ്വസ്തോടെ അവർ ജീവിച്ചു. ദൈവസഭകൾക്ക്, സഹോദരിമാർക്ക് അവർ ആശ്വാസമായിരുന്നു. എന്നാൽ ദാനിച്ചായനെ സംബന്ധിച്ച് ശിഷ്ടായുസ് കർത്താവിനെ ഒന്നുകൂടെ പ്രസാദിപ്പിച്ച് കർത്താവിന്റെ ശുശ്രൂഷ വർദ്ധിച്ചു വരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ശാരദ പരോക്ഷത്തിന് മാത്രമല്ല, മനുഷ്യ സമൂഹത്തിന്, എല്ലാ സമൂഹങ്ങൾക്കും ഈ കർത്തൃദാസി ആശ്വാസമായിരുന്നു. എനിക്ക് ഇവരുടെ പിതാക്കന്മാരെ, 2 പിതാക്കന്മാരെയും 2 ഭാഗത്തെ പിതാക്കന്മാരെയും മാതാക്കളെയും ഞാൻ കണ്ടിരുന്നു. അവരെ ഞാൻ അറിഞ്ഞിരുന്നു. ഈ കുടുംബം മാതൃകയുള്ള ഒരു കുടുംബമാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിന് ഇതൊരു വലിയ നഷ്ടമാണ്. എന്നാൽ പ്രത്യാശയുടെ ദിവസത്തിലായിരിക്കട്ടെ, കർത്താവിന്റെ ദാസിയെ പോലെ എല്ലാ ശുശ്രൂഷകളിലും, അതിൽ സർക്കാരത്തിൽ, ഇടപാടുകളിൽ, തന്റെ ശുശ്രൂഷകളിൽ എത്ര മാന്യമായ സമീപനമായിരുന്നു. നമുക്ക് ആ നല്ല മാതൃകയും ചെല്ലാം. പിന്നെ ദാനിച്ചായനെയും കുഞ്ഞുങ്ങളെയും 3 അതേ മരുമക്കളെയും കൊച്ചുമക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയം ഭാഗത്തുള്ള ഞാൻ പ്രതിദാനം ചെയ്യുന്ന എല്ലാ സഭകളുടെയും ദുഃഖവും വേദനയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, ശുശ്രൂഷകളെ മാനിക്കട്ടെ.